നമസ്കാരം പ്രിയപ്പെട്ടവരെ, റെസ്പോൺസ് കേരളയിലേക്ക് സ്വാഗതം. ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട കേസിൽ വലിയ നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ശബ്ദിച്ചതിന് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിരന്തരം ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ്. ഈ പറയുന്ന പോലെ പിണറായി വിജയന് അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാനും മന്ത്രി പി രാജീവിന് എറണാകുളത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാനും നേതാക്കന്മാരുടെ മക്കൾക്ക് ഒരു ജലദോഷപ്പനി വന്നാൽ പോലും അപ്പോളോ ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന് ഏറ്റവും അവസാനം ആശ്രയിക്കാൻ കഴിയുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെയാണ്. ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ മുതൽ പല കാര്യങ്ങൾക്കും മെഡിക്കൽ കോളേജിലെ തന്നെയാണ് എല്ലാ സാധാരണക്കാരനും ആശ്രയിക്കുന്നത്. ഈ സമയത്ത് തന്റെ മുമ്പിലേക്ക് എത്തിയ രോഗികളുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി, വളരെ കൃത്യമായ ചില കാര്യങ്ങൾ തന്റെ നവമാധ്യമ പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത്. അതിനുശേഷമാണ് ആ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ഒരു കാര്യം അനങ്ങിയത്. പക്ഷേ സാധാരണഗതിക്ക് ഒരു ഡോക്ടർ ഈ സിസ്റ്റത്തിനെതിരായ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുക എന്നതിലുപരിയായിട്ട് ആ ഡോക്ടറെ തന്നെ കള്ളനാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തൊരു ലോകമാണിത്! അതായത് പുരോഗമനത്തെ പറ്റി പറയുക, അവകാശങ്ങളെ പറ്റി പറയുക, ഓരോ ജോലിക്കാരനും അതിൻ്റെതായ അന്തസ്സും അഭിമാനവും ഉണ്ടെന്ന് പറയുക, ആളുകളുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിത്യവും ഈ പറയുന്നത് പോലെ ഹർത്താലും സമരവും നടത്തുന്ന ഒരു മുന്നണി ഭരിക്കുന്ന കേരളത്തിലാണ് ഇത്തരം വൃത്തികേടുകൾ നടക്കുന്നത് എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എങ്ങനെയാണ് കേരളം നന്നാവുന്നത്? ഇന്ന് ഹാരിസ് ചിറക്കലിനെതിരെ പുതിയ കണ്ടുപിടുത്തവുമായി ഇറങ്ങിയിട്ടുണ്ട്. അതായത് അദ്ദേഹം തന്റെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് ഈ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഈ പറയുന്ന സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുണ്ടായി. അദ്ദേഹം ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ആ പറയുന്ന തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും ഒപ്പം അദ്ദേഹത്തോടു കൂടി DME ഉൾപ്പെടെയുള്ള ആളുകളും ചേർന്നുകൊണ്ട് അദ്ദേഹത്തോട് ഒരു സൂചന പോലും കൊടുക്കാതെ ആ റൂമിൽ കയറുകയും പരിശോധന നടത്തുകയും നഷ്ടപ്പെട്ടു പോയ ഉപകരണം അവിടെ ഉണ്ടെന്നും എന്നാൽ അത് പഴയതല്ല, പുതിയത് വാങ്ങി വെച്ചതാണ് എന്ന ദുരുദ്ദേശം നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ചില മറുപടികൾ പറയുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഹാരിസ് ചിറക്കൽ അതിന് മറുപടി പറഞ്ഞത് അത് ഈ പറയുന്ന നഷ്ടപ്പെട്ട സംഗതികളല്ല എന്നും മറിച്ച് അത് പുതിയ ഒരു ഉപകരണത്തിന്റെ പേര്, അതായത് ഈ നെഫ്രോളജിയുമായി ബന്ധപ്പെട്ട് യൂറോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്നും അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തതിന് ശേഷം അവിടെ ഇരുന്ന കാര്യമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ആ മെഡിക്കൽ കോളേജിലെ CCTVയിൽ പതിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ദൃശ്യം, ആ ദൃശ്യം എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ റൂമിലേക്ക് കയറിപ്പോയിട്ടുള്ള ആ അജ്ഞാതൻ ആരാണ്? അയാൾക്ക് അവിടെ എന്തായിരുന്നു കാര്യം? ഇത് ചോദിച്ചപ്പോ ഒരു വളരെ വിചിത്രമായ നടപടിയാണ് അല്ലെങ്കിൽ മറുപടിയാണ് അവിടെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞത് അവിടെ ഒട്ടനവധിയായിട്ടുള്ള ഈ പറയുന്നത് പോലത്തെ CCTV ക്യാമറകൾ ഉണ്ട്. ആ ക്യാമറകളെല്ലാം തപ്പിയിട്ട് ഇത് ആരാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സമയം വേണ്ടിവരും, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇന്ന് ഒരു ഹാരിസ് ചിറക്കലിനെ കുറ്റവാളിയാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ മനഃപൂർവ്വമുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന കൊളീഗ്സിനെ തന്നെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിനെതിരായ ഒരു റിപ്പോർട്ട് കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാനത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അങ്ങനെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു ഉന്നതന്റെ കോൾ ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനും ഒപ്പമിരുന്ന DMEക്കും വരികയാണ്. പറയുന്നത് ആ റിപ്പോർട്ട് മുഴുവനായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വായിക്കണം, ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വായിക്കണം. കൃത്യമാണ്, ഭരണകൂടം ഈ പറയുന്ന ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടറെ വേട്ടയാടാൻ തീരുമാനിച്ചത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന തരത്തിലായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ആ ഉന്നതന്റെ കോൾ വിളി എത്തിയത് അല്ലെങ്കിൽ ഫോൺ വിളി എത്തിയത്. ആരാണ് ആ ഉന്നതൻ? എന്താണ് ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ ഇവർക്കൊക്കെ ഇത്ര ഉത്സാഹം? ഈ സിസ്റ്റത്തിന്റെ പരാജയം ഏറ്റുപറഞ്ഞു
അല്ലെങ്കിൽ തന്റെ മുമ്പിലേക്ക് എത്തിയ തന്റെ മകനോളം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ സർജറി മുടങ്ങിയിട്ട് ആ കുഞ്ഞ് കിടന്ന് കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഹാരിസ് ഈ പറയുന്ന പോലെ നവമാധ്യമത്തിലൂടെ പറഞ്ഞ ചില കാര്യങ്ങൾ സംസ്ഥാനത്തെ സർക്കാരിന് പൊള്ളുന്നതാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കാതെ, തങ്ങളുടെ വീഴ്ചകളെ പരിഹരിക്കാൻ ശ്രമിക്കാതെ, അത് പറഞ്ഞ ഡോക്ടറെ കള്ളനാക്കാനുള്ള ഏറ്റവും മൃഗീയമായ ശ്രമമാണ് ഇന്ന് സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ ഒരാളായിരിക്കുന്ന ഈ സ്റ്റേറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും പരിവാരങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നെറികേടാണിത്, എന്തൊരു ക്രൂരതയാണിത്. ഇനി ആരെങ്കിലും, ഏതൊരു ഉദ്യോഗസ്ഥനെങ്കിലും ഇത്തരം സിസ്റ്റത്തിന്റെ വീഴ്ചകളെ കുറിച്ച് പറയരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നെറികെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. പറയാതിരിക്കാൻ സാധ്യമല്ല. ഇവിടത്തെ സൈബർ സഖാക്കളൊന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാത്തിനും അപ്പുറത്തേക്ക് നീതിയുടെ വിശാലമായ നീതി ദേവതകളായി മാറുന്ന ഡിവൈഎഫ്ഐയുടെ സഖാക്കന്മാരും സൈബർ സഖാക്കളും ഒന്നും ഒരക്ഷരം മിണ്ടാത്ത കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇനി ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ശബ്ദിക്കരുത്. ശബ്ദിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം നവീൻ ബാബുവിന്റെ ഗതിയായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഗതിയായിരിക്കും. ഈ പറയുന്നത് പോലെ UP-യിലെ മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്ക് ഓക്സിജൻ കിട്ടാതെ മരിച്ചുപോയ സമയത്ത് അതിനെതിരെ ശബ്ദിച്ച ഡോക്ടർ കഫീൽ ഖാനെ നെഞ്ചേറ്റിയിരുന്നു CPM. പക്ഷേ ആ കഫീൽ ഖാനോടൊപ്പം തന്നെ ഈ ആരോഗ്യരംഗത്തെ, കേരളത്തെ ആരോഗ്യരംഗത്തെ ചില പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞതിന് ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കാനുള്ള ശ്രമം ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സത്യസന്ധനായ ഡോക്ടറാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ആ സത്യസന്ധതയൊക്കെ ഇപ്പോ എവിടേക്ക് പോയി? ആരോഗ്യമന്ത്രിയുടെ ഇത്തരം ഇരട്ടത്താപ്പുകൾ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനൊപ്പം കേരളത്തിലെ സമൂഹം ഒന്നാകെ ഈ കാര്യത്തിൽ പിന്നാലെ ഉണ്ടാകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടാകണം. കാരണം ഓരോ മെഡിക്കൽ കോളേജുകളിലും ഈ പറയുന്നത് പോലെ പാവപ്പെട്ടവർക്ക് മരുന്നുകളില്ല, സർജറി നടത്താൻ ഉപകരണങ്ങളില്ല, ഇൻഷുറൻസുകൾ മര്യാദയ്ക്ക് കിട്ടുന്നില്ല, കാരുണ്യ പദ്ധതി മുടങ്ങിപ്പോയിരിക്കുന്നു. വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ ജില്ലാ ആശുപത്രികളും അതുപോലെ താലൂക്ക് ആശുപത്രികളും ഒന്നും പ്രവർത്തിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പാരസെറ്റാമോളും സെട്രസിനും മാത്രം കൊടുക്കുന്ന ഒരു സാങ്കേതമായി കേരളത്തിലെ ആശുപത്രികൾ മാറിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ, ഗതികേട് കൊണ്ട് തുറന്ന് പറഞ്ഞ ഡോക്ടർക്ക് നേരെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വലിയ വലിയ ക്രൂരതയാണ്. ഇതിനെതിരെ സമൂഹം ഒന്നാകെ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന്റെ, ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യവും അനിവാര്യതയും എത്രമാത്രം ഉണ്ടെന്ന് സമൂഹം ചിന്തിക്കുക തന്നെ വേണം.